നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, സമത്വം നാച്ചുറോപ്പത്തിക് മെഡിക്കൽ സെൻറ്റർ. എൻ്റെ ക്ലിനിക്കിൽ പലപ്പോഴും പെൺകുട്ടികളുടെ അമ്മ ഡിസ്ട്രസ് കോൾ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഡോക്ടറെ, എൻ്റെ കുട്ടിക്ക് ഭയങ്കര വണ്ണമാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഒരു റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു, യാതൊരു സോഷ്യൽ ലൈഫും ഇല്ല, അവളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പലപ്പോഴും ഒരു 16, 17, 18 വയസ്സിലുള്ള കുട്ടികളുടെ അമ്മമാരാണ് വിളിക്കുന്നത്. ഇത് പൊണ്ണത്തടി. അപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഒരു വണ്ണം കൂടുതലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാവരും കളിയാക്കും അല്ലേ. ബോഡി ഷേമിങ് ഭയങ്കര കോമൺ ആണ്. ഭയങ്കര എന്താടി തടിച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷെ സ്ത്രീകളെ കുറച്ചുകൂടെ, പ്രത്യേകിച്ചും ഒരു ആർത്തവത്തിന് ശേഷമാണ് സ്ത്രീകളിന് ഇത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത്. അതായത് ആ പ്യൂബർട്ടി ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പീരിയഡ്സ് തുടങ്ങുന്ന സമയത്ത് പയ്യെ ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് കൂടി 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 വളരെ അമിതമായിട്ടുള്ളൊരു വണ്ണം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു വണ്ണമാകും. അപ്പോൾ ഈ കുട്ടിയുടെ കേസും അത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ യാതൊരു വിധത്തിലും സപ്പോർട്ടീവ് അല്ല. കാരണം ഈ കുട്ടിക്ക് വണ്ണമുണ്ട്. ആ പുള്ളിയുടെ വിചാരം എന്ന് വെച്ചാൽ ഈ കുട്ടി ശരിക്കും കൺട്രോൾ ഇല്ലാതെ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് വണ്ണം വെക്കുന്നതെന്ന്. നാച്ചുറലി ഈ കുട്ടിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൊണ്ട് ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പോൾ ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ക്രേവിങ്? നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നും. കഴിച്ചില്ലേ ശരീരം ക്ഷീണിച്ച് തളർന്നു പോകുന്നൊരു ഫീലിംഗ് വരും. അപ്പം ഇടനേരത്ത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞൊരു 11, 11:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു തളർച്ചയും ക്ഷീണം തോന്നും. നമുക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ എന്താണോ ഇരിക്കുന്നത് അത് നമ്മൾ കഴിക്കും. അപ്പം ചിപ്സിൻ്റെ പാക്കറ്റ് ആകാം, അല്ലെങ്കിൽ കേക്ക് ആകാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്തെങ്കിലും സ്നാക്സ് ആകാം, വറുത്ത ഭക്ഷണങ്ങളാകാം. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്കൊരു കൺട്രോൾ കിട്ടില്ല. നമുക്ക് കഴിക്കുന്നത് ഒരുപാട് നമുക്ക് കഴിക്കാനും തോന്നും. എനിക്ക് ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു കുറച്ച് കപ്പലണ്ടി കഴിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്നത്, പക്ഷേ 2-3 പാക്കറ്റ് ഞാനങ്ങ് കഴിക്കുന്നു അല്ലേ. അതാണ് ആ ക്രേവിങ്. നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. ഇത് ആളുടെ മാനസിക വിൽ പവർ ഇല്ലായ്മയോ ഒന്നും കൊണ്ടല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു മേജർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ക്രേവിങ്സ് വരുന്നത്. അതിന് മേജർ ഡെഫിഷ്യൻസി പലപ്പോഴും ഒരു 75% ഇന്ത്യൻസിലും കണ്ടുവരുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടെ കുറവാണ്. കാരണം കേരളത്തിലെ ജനത ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണ്. പക്ഷെ എങ്കിലും പൊതുവേ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, കാരണം എല്ലാ ബിൽഡിങ്ങും നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ബ്രിക്സ് വെക്കുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പം ഓരോ റിപ്പയർ വർക്കിനും അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്തും എന്തിനു വേണ്ട ഒരു പുതിയ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കണമെങ്കിൽ തന്നെ പ്രോട്ടീനാണ് അതിൻ്റെ ബേസ്. അപ്പം നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഭക്ഷണത്തിൽ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഡെഫിഷ്യൻസി വരും. അത് ക്രേവിംഗ് ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് അമിതമായിട്ട് കഴിക്കണം തോന്നും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓടിപ്പോയി ഭയങ്കര ഹൈ കാർബായിട്ടുള്ള ഫുഡ് കഴിക്കും. ചിപ്സ്, മിക്സ്ചർ, എന്താ വട, ഇപ്പം നമ്മുടെ ചായക്കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, നല്ല ചൂട് സമോസ, പഴംപൊരി, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇതൊക്കെയായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് തോന്നുക. അത് നമ്മൾ അമിതമായി കഴിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ക്രേവിങ് വരും. ചോക്ലേറ്റിനോട് കൂടുതൽ ക്രേവിങ്, കൂടുതൽ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പെൺകുട്ടികൾ ആർത്തവ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് ക്രേവിങ്. അപ്പം ഇത് നമുക്കൊരാളുടെ വിൽ പവർ ഇല്ലായ്മ കൊണ്ടല്ല, അവർക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, അവരുടെ ശരീരത്തിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് പലപ്പോഴും വരുന്നത്. അപ്പം നമ്മൾ ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിനെ കറക്റ്റ് ചെയ്താൽ പലപ്പോഴും നമുക്ക് ക്രേവിങ് ഒഴിവാക്കാം. അപ്പം ഈ കുട്ടിയുടെ കേസിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് അർത്ഥം? നമ്മുടെ രക്തത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, ആവശ്യത്തിലധികം ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? കോശങ്ങളിലേക്ക് ഇൻസുലിൻ്റെ റോൾ എന്താ? കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ കോശങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസിനെ കടത്തി വിടുകയുള്ളൂ. പക്ഷേ ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്, പക്ഷെ ഇദ്ദേഹം പണിയെടുക്കില്ല. ഇദ്ദേഹത്തിന് എന്തോ കാരണവശാൽ ആ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ കടത്തി അല്ലെങ്കിൽ ഒരു കോശത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ആ ഒരു അവസ്ഥയിൽ രക്തത്തിൽ നമ്മൾ ഇൻസുലിൻ്റെ അളവ് എടുക്കുമ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കുമ്പോൾ അത് കൂടുതലായിരിക്കും. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ ക്ഷീണം, രാവിലെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഡംപ്പ് വരും, നമുക്ക് എനർജി ഡംപ്പ്. അതായത് രാവിലെ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ദോശ, ഇഡലി, അപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇങ്ങനെ അത് കുറയുന്ന, നമ്മുടെ രക്തത്തിലെ ഷുഗർ കുറയുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വെപ്രാളം വരും.
പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാലാകാലങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ PCOD പോലുള്ള പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പോലുള്ള അസുഖങ്ങൾ വരും. കാരണം നമ്മുടെ ആർത്തവത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കോശങ്ങളെയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബാധിക്കും. ഓഫ് കോഴ്സ് വേറെ എല്ലാ കോശങ്ങളെയും ബാധിക്കാം. നമ്മുടെ തൈറോയിഡിനെ ബാധിച്ച് നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കാം. നമ്മുടെ എഡ്രിനൽ ഗ്രന്ഥിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നെങ്കിൽ അതും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മോശമാക്കും. പല കാര്യങ്ങളും നടക്കും. പക്ഷെ പൊതുവേ ഒരു ഇൻസുലിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ വൺ മേജർ കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി തന്നെയാണ്. ഇൻസുലിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നില്ല. അപ്പം ക്രോമിയം അതുപോലത്തെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടണം. അപ്പം ഒരു ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് കഴിച്ചാൽ മാത്രമേ പലപ്പോഴും നമുക്ക് ഈ എല്ലാ പോഷകാംശങ്ങളും കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, പലപ്പോഴും നമുക്ക് സാധാരണ ലെവലിലുള്ള ന്യൂട്രിയൻസ് പോരാ, അതിനേലും കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം എന്നാലേ നമുക്കൊരു കുറവ് നികത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ്റെ കാര്യം. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു 0.81 ഗ്രാം പെർ കിലോഗ്രാം. അതായത് എൻ്റെ വെയിറ്റ് ഇപ്പം ഒരു 60 കിലോ ആണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ദിവസം ഒരു 50 to 60 ഗ്രാം പ്രോട്ടീനെങ്കിലും നമുക്ക് ശരീരത്തിൽ കിട്ടണം. പക്ഷെ നമുക്ക് എത്രത്തോളം ഭക്ഷണത്തിൽ നിന്ന് അത് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിൻ്റെ കാര്യം കുറച്ചുകൂടെ മോശമാണ്. അപ്പം പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച് ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പം മസിൽ ബിൽഡ് ചെയ്യുന്നതിന് മാത്രമല്ല, സാധാരണക്കാർക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഫുഡിൽ തന്നെ മാക്സിമം പ്രോട്ടീൻ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ മുട്ട, നമ്മുടെ ചിക്കൻ, ഫിഷ്, മീൻ, അതൊക്കെയാണ് ഏറ്റവും നല്ല സോഴ്സ്. വെജിറ്റേറിയൻസിന് അവരുടെ ദഹന പ്രക്രിയ നല്ലതാണെങ്കിൽ നമുക്ക് പരിപ്പ് പയർ വർഗ്ഗങ്ങളെല്ലാം ധാരാളം ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടവർക്ക് എക്സ്ട്രാ സപ്ലിമെൻറ്റ് ചെയ്യാം അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ നികത്തണമെങ്കിൽ എന്ത് ചെയ്യും, ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കണം. പലപ്പോഴും കുട്ടികൾ പറയുന്നത് വെച്ചാൽ അവർക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ല, വെജിറ്റബിൾസ് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതൊന്നും കേൾക്കേണ്ട, നല്ല രീതിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇതിൽ നിന്നാണ് നമുക്ക് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും ലഭിക്കുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ അമിതവണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന അരിയാഹാരം എന്താണ്, നേക്കഡ് കാർബ്സ് ആണ്. നേക്കഡ് കാർബ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് കവറിങ് ഒന്നുമില്ല, അതേപടി നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യും. അപ്പം പ്രോട്ടീൻ്റെ ഒരു കവറിങ്, വെജിറ്റബിൾസും ഫൈബറിന് ഒരു കവറിങ്ങും ഉണ്ടെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ അന്നജത്തെ അധികം രക്തത്തിൽ നിന്ന് വലിച്ചെടുക്കില്ല, അത് കുറച്ചായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പം എല്ലാ മീലിനെയും കൂടെ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം, എല്ലാ മീലിനെയും കൂടി നമ്മൾ വെജിറ്റബിൾസ് കഴിക്കണം. ഇന്നും ഞാൻ പറയുക, എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, എൻ്റെ വീട്ടിലിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു വെജിറ്റബിൾ സ്റ്റൂ ആണെന്നിരിക്കട്ടെ, അതിൽ പ്രോട്ടീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കടല വേവിച്ചതോ പയർ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആശങ്കയോടെ എൻ്റെ അടുത്ത് നോക്കും. എന്ത് പറ്റി ഇത്രയും പോരെന്ന്. ഇതല്ല, കാരണം നമ്മൾ അപ്പം വെജിറ്റബിൾ സ്റ്റൂ ആണ് കഴിക്കുന്നെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കമ്പൈൻ ചെയ്യണം. അതേപോലെ തന്നെ പുട്ടും കടലയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വെജിറ്റബിൾ കമ്പൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ നേക്കഡ് കാർബ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം കാലം നമ്മൾ ഫോളോ ചെയ്യുന്നില്ലേ നമുക്ക് ഈ അമിതവണ്ണം, ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിൽക്കും. അപ്പം നമ്മൾ പ്രാവർത്തികമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മീലിൻ്റെയും കൂടെ, എല്ലാ ഭക്ഷണത്തിൻ്റെയും കൂടി നമ്മളൊരു പ്രോട്ടീൻ, ചിക്കനോ ഫിഷോ മുട്ടയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് പനീറൊക്കെ ചിലപ്പോൾ കുറച്ച് ഫാറ്റ്സ് റിച്ച് ആണ്, പക്ഷെ എങ്കിലും റിക്വയർമെൻറ്റ് അനുസരിച്ച് പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. അതോടുകൂടെ തന്നെ ഒരു ബോൾ വെജിറ്റബിൾസ്, അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വെജിറ്റബിൾസ്, ഡീപ് ഫ്രൈഡ് പറ്റത്തില്ല, വേവിച്ച പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. അതിൽ നിന്നുള്ള ഫൈബർ നമ്മളെ ഈ ഷുഗർ സർജസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്പൈക്സ് ഉണ്ടാകാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യുക. ഇനി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, അമിതവണ്ണമുള്ളവർ, ബിയോണ്ട് എ പോയിന്റ്, BMI ഒക്കെ വളരെ അധികം ഉള്ളവർ അത് മെഡിക്കലി തന്നെ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫാറ്റ് ഡയറ്റ്സിന് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഷുഗർ കട്ട് ചെയ്യാം, അത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഗൈഡൻസോട് കൂടെ തന്നെ ചെയ്യുക. കാരണം പിൽക്കാലത്ത് നമുക്കൊരു കോംപ്ലിക്കേഷൻ അതുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കഴിയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ടിപ്സ് നമ്മൾ ഉപയോഗിക്കുക. ബാക്കി നമുക്ക് കൂടുതൽ ഹെൽപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കൽ സപ്പോർട്ട് തന്നെ എടുക്കുക. താങ്ക് യു.